നമസ്കാരം. പ്രധാന വാർത്തകൾ. എല്ലാ മണ്ഡലങ്ങളിലെയും 5 വിവിപാറ്റ് മെഷീനുകളിലെ രസീതുകൾ എണ്ണണമെന്ന് സുപ്രീം കോടതി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. സംസ്ഥാനത്ത് 227 സ്ഥാനാർത്ഥികൾ. മുൻ നിലപാടിൽ ഉറച്ച BJP. ശബരിമല പ്രശ്നം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിശദീകരണം നൽകി. കുറുമാലി എച്ചിപ്പാറ കടവിൽ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം മാസങ്ങൾ കഴിഞ്ഞിട്ടും നീക്കിയില്ല. കടവിലിറങ്ങുന്നവർക്ക് ചുറിച്ചിൽ അനുഭവപ്പെടുന്നു. രോഗഭീതിയിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. സ്വർണ്ണക്കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ 5 അംഗ ഗുണ്ടാ സംഘം പോലീസ് പിടിയിൽ. പിടിയിലായത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. ചിയാരത്ത് കോളേജ് വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 4 ദിവസത്തേക്കാണ് തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. എല്ലാ മണ്ഡലങ്ങളിലെയും 5 വിവിപാറ്റ് മെഷീനുകളിലെ രസീതുകൾ എണ്ണണമെന്ന് സുപ്രീം കോടതി. 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്നായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം. വിവിപാറ്റ് രസീതുകൾ എണ്ണാൻ വലിയ സമയം വേണ്ടിവരുമെന്നും ഫലപ്രഖ്യാപനം ദിവസങ്ങൾ നീളുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ജനാധിപത്യത്തിൽ എല്ലാവരെയും കേൾക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ചീഫ് ജസ്റ്റിസ് 5 വിവിപാറ്റ് മെഷീനുകളിലെ രസീതുകൾ എണ്ണണമെന്ന് വിധി പ്രസ്താവം നടത്തുകയായിരുന്നു. നിലവിൽ ഒരു മണ്ഡലത്തിലെ ഒരു മെഷീനിലെ രസീതുകൾ മാത്രമാണ് എണ്ണുന്നത്. ഇത് 5 ആക്കി ഉയർത്തുന്നതുകൊണ്ട് ഗണ്യമായ സമയവ്യത്യാസം ഫലപ്രഖ്യാപനത്തിൽ ഉണ്ടാകാൻ ഇടയില്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് പരാതിയുണ്ടെങ്കിൽ വീണ്ടും വോട്ടെണ്ണൽ നടത്താം. അപ്പോൾ വേണ്ടിവന്നാൽ മുഴുവൻ വിവിപാറ്റ് രസീതുകളും എണ്ണാനാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട 21 പ്രതിപക്ഷ പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഒടുവിൽ ഒരു മണ്ഡലത്തിലെ 5 മെഷീനുകളുടെ രസീതുകൾ എണ്ണാൻ സുപ്രീം കോടതി വിധിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിശദീകരണം നൽകി. പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ജാതിയോ മതമോ ദൈവത്തിന്റെ പേരോ പറഞ്ഞ് വോട്ട് തേടിയില്ലെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. കളക്ടർ TV അനുപമയ്ക്കാണ് സുരേഷ് ഗോപി വിശദീകരണം നൽകിയത്. 48 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകാനാണ് വരണാധികാരിയായ തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമ നൽകിയ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് തേക്കിൻകാട് മൈതാനിയിൽ നടന്ന NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സുരേഷ് ഗോപി അയ്യപ്പനാമത്തിൽ വോട്ട് ചോദിച്ചത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ കളക്ടർ TV അനുപമ സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചത്. അതേസമയം സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച കളക്ടർക്കെതിരെ ഫേസ്ബുക്ക് പേജിൽ വ്യാപക സൈബർ ആക്രമണമാണ് നടക്കുന്നത്. മുൻ നിലപാടിൽ ഉറച്ച BJP. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടില്ലെന്നും ശബരിമല പ്രശ്നം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. തൃശൂരിൽ ശ്രീധരൻപിള്ള ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിക്കാട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല വിഷയം സംസ്ഥാനത്ത് പറയുമ്പോൾ ദേശീയ തലത്തിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് BJP പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ നടപടി സ്വീകരിക്കേണ്ടതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമല വിശ്വാസികൾക്കൊപ്പം അയ്യപ്പ വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളും എന്ന് BJPയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വ്യക്തമായി തന്നെ പ്രസ്താവിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥികൾക്കും BJPയുടെ സംവിധാനത്തിനും കേന്ദ്ര മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവകാശം അടിസ്ഥാനപരമായ അവകാശമാണ്. അത് സ്വീകരിക്കത്തക്കതല്ലെങ്കിൽ അതിൽ അപാകതയുണ്ടെങ്കിൽ അത് നിശ്ചയിക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മുഖ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിനെ ശ്രീധരൻപിള്ള വിമർശിച്ചു. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ചാനലുകൾ വന്നിരുന്നുകൊണ്ട് രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയിൽ മറുപടി പറഞ്ഞത് AKG സെന്ററിൻ്റെ ശബ്ദമാണ് ഇവിടെ കേട്ടത്. അത് അത്യന്തം ദൗർഭാഗ്യകരമായി പോയി. അദ്ദേഹം തെറ്റി തിരുത്തുകയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസന ലഭിച്ച ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേവസ്വം വകുപ്പിന്റെ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പെൻഷൻകാരെ ഒരു വിഭാഗം വോട്ട് ചെയ്തില്ലെങ്കിൽ അത് ദൈവകോപത്തിനിടയാക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസിച്ചിരിക്കുന്നു. ശാസന ഒരു ശിക്ഷയാണ്.
അതുകൊണ്ട് ശാസിക്കപ്പെട്ട സാഹചര്യത്തിൽ, ഒരു മന്ത്രിയെ ശാസിച്ച സാഹചര്യത്തിൽ, അതും ദൈവനാമം ദുരുപയോഗം ചെയ്തു എന്നതിൻ്റെ പേരിൽ അത് അദ്ദേഹം രാജിവെക്കണമെന്ന് കൂടി BJP ആവശ്യപ്പെടുന്നു. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ശബരിമല വിഷയം ഉൾപ്പെടുത്തുമോ എന്നും ആരാഞ്ഞു. ശബരിമലയിൽ CPM-ഉം ഭരണകൂടവും എല്ലാ തലത്തിലും മുന്നിൽ നിന്നുകൊണ്ട് അതിനെ കുത്തിമലർത്താൻ, വേട്ടയാടാൻ ശ്രമിച്ചുവെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. ഇന്ന് അവർ അതേ നില തുടരുകയാണ്. ഒരു നിയമനിർമ്മാണത്തിന് പോലും കേന്ദ്രത്തിൽ ശ്രമിക്കാമെന്ന് പറയാൻ സാധിക്കാത്ത വണ്ണം അവരുടെ നിലപാട് ദുർബലമാണ്, വിശ്വാസികൾക്കെതിരാണ്. IAS ഓഫീസർമാർ ദൈവത്തിന് മുകളിലല്ലെന്ന് ജില്ലാ കളക്ടർ TV അനുപമയുടെ പേര് പറയാതെ അദ്ദേഹം പരാമർശിച്ചു. IAS-കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാധികാരികളാണ്, എല്ലാ നിയമത്തിന് അതീതരാണെന്നുള്ള തോന്നലുന്നു. ഞാൻ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയല്ല, ചില IAS ഓഫീസർമാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. ശരിയല്ല എന്ന് എനിക്ക് അവരോട് പറയാനുണ്ട്. ജില്ലാ കളക്ടർക്കെതിരായ സൈബർ ആക്രമണത്തിന് BJP ഉത്തരവാദിയല്ലെന്നും അതിന് മറുപടി പറയാൻ തങ്ങൾക്ക് ബാധ്യതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NDAയുടെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ അമിത്ഷായും കേരളത്തിലെത്തും. അമിത്ഷാ തൃശൂരിലെ NDA പരിപാടികൾ പങ്കെടുക്കുമെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറും പങ്കെടുത്തു. TCV തൃശൂർ. കുറുമാലി എച്ചിപ്പാറ കടവിൽ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം മാസങ്ങൾ കഴിഞ്ഞിട്ടും നീക്കിയില്ല. കടവിൽ ഇറങ്ങുന്നവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പരാതി. രോഗഭീതിയിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. ആദിവാസികളും തോട്ടം തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന എച്ചിപ്പാറയിലെ കടവിലാണ് മാലിന്യവും മൃഗങ്ങളുടെ ജഡവും അടിഞ്ഞുകൂടിയിരിക്കുന്നത്. പ്രളയത്തിൽ കടവിൽ മറിഞ്ഞു വീണ കൂറ്റൻ മരത്തിലാണ് മാലിന്യങ്ങൾ തങ്ങി നിൽക്കുന്നത്. മാസങ്ങളായി അവശിഷ്ടങ്ങൾ അടിഞ്ഞുകിടന്നതോടെ കടവിൽ രോഗാണുക്കളും കൂടിയതായി പ്രദേശവാസികൾ പറയുന്നു. പുഴയിൽ ഇറങ്ങുന്നവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. പരിസരമാകെ ദുർഗന്ധം വമിച്ച അവസ്ഥയാണ്. എച്ചിപ്പാറ ആദിവാസി കോളനിക്കാരുൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് കടവിനെ ആശ്രയിക്കുന്നത്. ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടുമ്പോൾ പുഴയോരത്തുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നതും ഈ കടവിലാണ്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കടവിൽ കടപുഴകി വീണ കൂറ്റൻ മരം മുറിച്ചു നീക്കാതെ മാലിന്യം മാറ്റാൻ കഴിയില്ല. പഞ്ചായത്ത് വനം വകുപ്പ് അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. ചേർപ്പിൽ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ പദ്ധതിയിട്ട കുപ്രസിദ്ധ ഗുണ്ട നെടുപുഴ സ്വദേശി റെയ്ഗനും സംഘവും പോലീസ് പിടിയിലായി. തിങ്കളാഴ്ച പുലർച്ചെയാണ് ബൈക്കിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘം സ്വർണം കവർച്ച ചെയ്യാൻ ശ്രമിച്ചത്. റെയ്ഗനോടൊപ്പം കവർച്ച സംഘത്തിലുണ്ടായിരുന്ന പനമുക്ക് ചാതേരി വീട്ടിൽ റീഗൻ, പാനൂർ ഗുരുജിമുക്ക് പെരിങ്ങളം ലിനീഷ്, തിരുവനന്തപുരം കിഴക്കേമല പാരിപ്പള്ളി BS സദനത്തിൽ സജിൽ, കൊല്ലം ചവറ വടക്കേതിൽ വീട്ടിൽ രജീഷ്, മൂത്തകുന്നം ചെട്ടിക്കാട് ഓടശ്ശേരി വീട്ടിൽ ആഷിഖ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഒരു ചേർപ്പ് മേഖലയിലുള്ള ഒരു നിർമ്മാണ തൊഴിലാളിയെ മാർക്ക് ചെയ്ത് അയാൾ പുലർച്ചെ പോകുന്ന സമയം വഴിയിൽ തലക്കിടിച്ച് കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ ഭാഗത്തു നിന്ന് കൈവശത്തു നിന്ന് വില കൂടിയ ബൈക്കുകളും മാരകായുധങ്ങളും പിന്നെ ഇയാളുടെ മുഖത്തെറിയുന്നതിനുള്ള മുളകുപൊടി സഹിതം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി ചേർപ്പിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാല കേന്ദ്രീകരിച്ച് കവർച്ചാ ശ്രമ സാധ്യതയുള്ളതിനാൽ പോലീസ് രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു. പിടിയിലായ പ്രതികളെ നിരവധി തവണ തായംകുളങ്ങര കോനിക്കര ഇറക്കത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്വർണ്ണാഭരണ നിർമ്മാണ കേന്ദ്രത്തിന് സമീപത്തായി കാണാനിടയായത് സംശയത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് പ്രതികളെ രഹസ്യമായി പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പിടിയിലായ ഒന്നാം പ്രതി റെയ്ഗൻ കൊലപാതകം ഉൾപ്പെടെ തൃശൂർ, പാലക്കാട് ജില്ലകളിലും തമിഴ്നാട് ഹൊസൂർ ജില്ലയിലും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. രണ്ടാം പ്രതിയായ ലെനീഷ് എന്ന കണ്ണൻ കണ്ണൂർ, തൃശൂർ, കോട്ടയം ജില്ലകളിലെ സ്റ്റേഷനുകളിലായി കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ചേർപ്പ് SI SR സനീഷ്, തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് അംഗങ്ങളായ SI മുഹമ്മദ് റാഫി, മുഹമ്മദ് അഷ്റഫ്, ASI സുനിൽ, CPMമാരായ CA ജോബ്, സൂരജ് വി ദേവ്, ലിജു ഇയാനി, വിനേഷ്, ബിനു, ഷറഫുദ്ദീൻ, ദിനേഷ് എന്നിവരടങ്ങിയ ജില്ലാ ലഹരിവിരുദ്ധ സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. TCV ചേർപ്പ്. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര.
കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. ചിയാരത്ത് കോളേജ് വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ആരംഭിച്ചു. വടക്കേക്കാട് സ്വദേശി നിധീഷിനെയാണ് അന്വേഷണ സംഘം തെളിവെടുപ്പിനായി കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയത്. നിധീഷിന്റെ വടക്കേക്കാടുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ ചൊവ്വാഴ്ച കൊല്ലപ്പെട്ട നീതുവിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. റിമാൻഡിലായ പ്രതിയെ 4 ദിവസത്തേക്കാണ് അന്വേഷണ സംഘം തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചിയാരം വത്സാലയത്തിൽ നീതുവിനെ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയത്. രാമോറമ്പുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബിന് തീപിടിച്ചു. സ്കൂളിന്റെ ഫിസിക്സ് ലാബാണ് അഗ്നിക്കിരയായത്. ലാബ് ഉപകരണങ്ങളും ഇവ സൂക്ഷിച്ചിരുന്ന അലമാര, ബെഞ്ചുകൾ, സ്മാർട്ട് പവർ ബോർഡുകൾ, ജനാലകൾ എന്നിവയും കത്തിനശിച്ചു. ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ലാബിന് പരിസരത്തെ ഉണങ്ങിയ ഇലകളും മറ്റും കൂട്ടിയിട്ട് കത്തിച്ചിരുന്നു. കടുത്ത ചൂടും നേരിയ കാറ്റും അനുഭവപ്പെട്ടതോടെ തീ കെട്ടിടത്തിലേക്ക് പടർന്നു പിടിച്ചതാകാമെന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തീ പടർന്നത് കണ്ടയുടൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം നടത്തി. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ കോൾപ്പടവുകളിൽ കൃഷിക്ക് ഭീഷണിയായി മോഷണങ്ങൾ തുടരുന്നു. വടക്കേ കൊഞ്ചിറ മോട്ടോർ ഷെഡിന് സമീപം വെള്ളം പമ്പ് ചെയ്യുന്നതിന് നിർത്തിയിട്ടിരുന്ന ARS മണ്ണുത്തിയുടെ ട്രാക്ടർ പമ്പ് സെറ്റിന്റെ 10,000 രൂപയോളം വില വരുന്ന ബാറ്ററിയാണ് മോഷണം പോയത്. തെക്കേ കൊഞ്ചിറ മോട്ടോർ ഷെഡിൽ നിന്നും 140 മീറ്റർ നീളമുള്ള കോപ്പർ വയർ മോഷണം പോയി. 60,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മോഷണം നടന്നതോടെ ഇരിപ്പു കൃഷി ചെയ്തിട്ടുള്ള 2 പടവുകളിലും വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. പടവ് കമ്മിറ്റി ഭാരവാഹികളായ RS അബ്ദുട്ടി, TV ഹരിദാസൻ, രവി അമ്പാട്ട്, CP സെബാസ്റ്റ്യൻ എന്നിവർ പാവറട്ടി പോലീസിൽ പരാതി നൽകി. മോഷണവും മറ്റും തടയുന്നതിന് രാത്രികാലത്ത് പാടശേഖരങ്ങളിൽ പോലീസിന്റെ പട്രോളിംഗ് വേണമെന്നാണ് പടവ് കമ്മിറ്റി ഭാരവാഹികളുടെ ആവശ്യം. ദാരികനെ നിഗ്രഹിച്ച കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളി. കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്യാര സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലി അർപ്പിച്ചു. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലയ്ക്കവേലൻ നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ്. തുടർന്നാണ് മൂത്താശ്ശേരി ചെത്തിമിനുക്കിയ കവുങ്ങിൽ പട്യാര സമുദായം വെന്നിക്കൊടി ഉയർത്തിയത്. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾക്ക് സമാപനമായി. TCV കൊടുങ്ങല്ലൂർ. ശ്രീനാരായണപുരം പത്താഴക്കാട് UKG വിദ്യാർത്ഥിനിക്ക് സൂര്യാതപമേറ്റു. കൊതുകിൽ മുഫസറിന്റെ മകൾ നസ്രിയയ്ക്കാണ് സൂര്യാതപമേറ്റത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിൽ കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടുവെങ്കിലും വീട്ടുകാർ ഗൗരവത്തിലെടുത്തില്ല. പിന്നീടാണ് സൂര്യാതപമേറ്റെന്ന് വ്യക്തമായത്. കഴുത്തിൽ സാരമായി പൊള്ളലേറ്റ കുട്ടിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കി. അതേസമയം സംസ്ഥാനത്ത് അതികഠിനമായ ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അധികൃതർ മുന്നറിയിപ്പ് നൽകി. ചൂടിനെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശം 10-ാം തീയതി വരെ നീട്ടി. തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയർന്നേക്കാം. പുതുക്കാട് സെന്ററിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. തമിഴ്നാട് സ്വദേശി ശശികുമാറാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം. അപകടത്തിനിടയാക്കിയ കാർ നിർത്താതെ പോയി. ലോറി പുതുക്കാട് പാർക്ക് ചെയ്തതിന് ശേഷം ചായ കുടിക്കുന്നതിനായി റോഡ് മുറിച്ച് കടന്നു പോകുന്നതിനിടയിലാണ് അപകടം. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ ആളൂരിൽ കാറിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. കൊല്ലം ചവറ സ്വദേശി അൻസർ ഷായിൽ നിന്നും കഞ്ചാവ് സിഗരറ്റും കഞ്ചാവ് പൊടിയും കണ്ടെത്തി. മൂന്നാറിൽ നിന്നും ശേഖരിച്ച് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് വിൽക്കുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് പിടിയിലായത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് MH ഷാജിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. CPMമാരായ CA ഷാജു, VS അനൂപ്, അശോകൻ എന്നിവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഒറ്റമുറി ഷെഡിൽ ആലംബമില്ലാതെ കഴിഞ്ഞിരുന്ന രോഗികളായ ദമ്പതികൾക്കും വയോധികയ്ക്കും ആശ്രയമൊരുക്കി സാമൂഹ്യനീതി വകുപ്പ്. ശങ്കരനും ഭാര്യ ശാന്തയും കാലങ്ങളായി മുംബൈയിൽ കരിക്ക് കച്ചവടം നടത്തിയാണ് ജീവിച്ചിരുന്നത്. മക്കളില്ലാത്ത ഇവർ കുറച്ചുനാൾ മുമ്പാണ് നാട്ടിലെത്തിയത്. ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി ഷെഡിലായിരുന്നു ഇവരുടെ താമസം. ശങ്കരൻ പക്ഷാഘാതത്താൽ കിടപ്പിലായതോടെയാണ് ഇവരുടെ യഥാർത്ഥ ദുരിതം ആരംഭിച്ചത്. ശാന്തയും ഏറെക്കാലമായി വിവിധ രോഗങ്ങളാൽ വലയുകയാണ്. സുമനസ്സുകളുടെ സഹായത്തോടെയായിരുന്നു ഇവർ കഴിഞ്ഞു വന്നിരുന്നത്. ശാന്തയുടെ അമ്മയായ വള്ളിയമ്മയെന്ന വയോധികയും
സമീപത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വരുന്നതായി സാമൂഹ്യനീതി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവരെയും ഒന്നിച്ച് പുനരധിവസിപ്പിക്കാൻ കളക്ടർ ടി വി അനുപമ നിർദ്ദേശം നൽകുകയായിരുന്നു. വള്ളിയമ്മയെയും ശാന്തയെയും ശങ്കരനെയും രാമവർമ്മപുരത്തെ വൃദ്ധമന്ദിരത്തിലേക്കാണ് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം ഇവർ താമസിച്ച ഷെഡിലേക്ക് അതിക്രമിച്ച് കയറിയ മാനസിക രോഗി ശാന്തയെയും ശങ്കരനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് ഇവരുടെ ദൈനജീവിതം സാമൂഹികനീതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റു മക്കളെ വിളിച്ചുവരുത്തി വള്ളിയമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാനാണ് സാമൂഹിക നീതി വകുപ്പിന്റെ നീക്കം. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KG വിൻസെന്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ്മാരായ ബിനി സെബാസ്റ്റ്യൻ, മാർഷൽ C രാധാകൃഷ്ണൻ, അരിമ്പൂർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവരെല്ലാമാണ് ആശ്രയമില്ലാതെ ജീവിച്ചിരുന്ന 3 പേരെയും പുനരധിവസിപ്പിക്കാൻ നേതൃത്വം നൽകിയത്. TCV ന്യൂസ്, തൃശൂർ. ജനവിധി 2019. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ 8 സ്ഥാനാർത്ഥികൾ. സ്വതന്ത്ര സ്ഥാനാർത്ഥി PA ചന്ദ്രൻ പത്രിക പിൻവലിച്ചതോടെയാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക 8 പേരുടേതായത്. പൊതുതെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ PK സേനാപതിയുടെ നേതൃത്വത്തിൽ ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ TV അനുപമ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ സമ്മതിദാനം സമയോചിതമായി വിനിയോഗിക്കുന്നതിന് പോസ്റ്റൽ ബാലറ്റ് ഈ ആഴ്ച മുതൽ അയച്ചു തുടങ്ങുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഡയമണ്ട് മുതൽ ഫുട്ബോൾ വരെ ചിഹ്നങ്ങൾ അനുവദിച്ചു. CPML റെഡ് സ്റ്റാർ സ്ഥാനാർത്ഥി NT വേണുവിന് ഓട്ടോറിക്ഷയും, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ പ്രവീൺ KPക്ക് ഡയമണ്ടും, സുവിത്തിന് ബാസ്ക്കറ്റ് വിത്ത് ഫ്രൂട്ട്സും, സോനുവിന് ഫുട്ബോളുമാണ് ചിഹ്നങ്ങൾ അനുവദിച്ചു നൽകിയത്. BSP സ്ഥാനാർത്ഥി നിഖിൽ ചന്ദ്രശേഖരന് ആനയും, UDF സ്ഥാനാർത്ഥി TN പ്രതാപന് കയ്യും, CPI സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന് ധാനിക്കതിരും അരിവാളും, NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് താമരയുമാണ് ചിഹ്നം. 1950 ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിന്റെ MP-ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് CR ഇയുണ്ണിയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലേക്ക് എത്തിയ ദമ്പതികൾ എന്ന അപൂർവത കൂടി CR ഇയുണ്ണിക്കും പത്നി ആനി ഇയുണ്ണിക്കും അവകാശപ്പെട്ടതാണ്. 1938 നടന്ന തെരഞ്ഞെടുപ്പിലാണ് തൃശൂരിൽ നിന്ന് CR ഇയുണ്ണിയും വനിതാ സീറ്റിൽ ആനി ഇയുണ്ണിയും ജയിച്ചത്. കൊച്ചി രാജാവിന്റെ പ്രത്യേക പ്രഖ്യാപനത്തെ തുടർന്നാണ് അത്തവണ എറണാകുളത്തു നിന്നും തൃശൂരിൽ നിന്നും ഓരോ വനിതകളെ തെരഞ്ഞെടുത്തത്. ഇലക്ട്രിസിറ്റി വിതരണാവകാശം തൃശൂർ മുനിസിപ്പാലിറ്റിക്ക് നേടിക്കൊടുത്ത ഐതിഹാസികമായ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭത്തിന് നെടുനായകത്വം വഹിച്ച ഇയുണ്ണി വക്കീലും ഭാര്യയും ജനങ്ങളുടെ സ്നേഹഭാജനം ഏറ്റുവാങ്ങിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മൂക്കൻ തോമക്കുട്ടിയും മിസിസ് കുരുവിളയുമായിരുന്നു ഇരുവരുടെയും എതിരാളികൾ. പൂർണ്ണ ഗർഭിണിയായിരുന്ന ആനി നോമിനേഷൻ നൽകിയ ശേഷം പ്രസംഗിക്കാനല്ല, പ്രസവിക്കാനാണ് പോയത്. കാര്യമായ പ്രചാരണത്തിനൊന്നും പങ്കെടുക്കാനായില്ലെങ്കിലും കൊച്ചിൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വിജയിച്ച ഇരുവരും ഒന്നിച്ച് കൊച്ചി നിയമസഭയിലേക്ക് ചുവടുവയ്ക്കുകയായിരുന്നു. പിന്നീട് 1942 ക്വിറ്റ് ഇന്ത്യ സമരാവേശം ഉൾക്കൊണ്ട് ഇരുവരും രാജിവെച്ചു. തൃശൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ, കൊച്ചിയുടെ റവന്യൂ മന്ത്രി, MP എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങളും CR ഇയുണ്ണി അലങ്കരിച്ചു. ബസിലിക്കയായി മാറിയ പുത്തൻപള്ളിക്ക് കൊച്ചി രാജാവ് തിട്ടൂരം നൽകിയത് ഇയുണ്ണിയുടെ പേരിലായിരുന്നു. കളങ്കമില്ലാത്ത പൊതുപ്രവർത്തനത്തിലൂടെ തൃശൂരിന് മറക്കാനാകാത്ത CR ഇയുണ്ണിയുടെ ജീവിതം അദ്ദേഹത്തിന്റെ മരുമകനായ ലിയോപോൾഡ് വിധേയത്തിൽ മണികിണി നോക്കാത്ത ജീവിതം എന്ന പേരിൽ പുസ്തകമാക്കിയിട്ടുണ്ട്. അർഹിക്കുന്ന സ്മാരകമൊന്നും CR ഇയുണ്ണിക്ക് തൃശൂർ നൽകിയില്ലെങ്കിലും സെന്റ് തോമസ് ഹോസ്റ്റലിന് സമീപത്തു നിന്നും മൈലിപ്പാടത്തേക്ക് പോകുന്ന റോഡ് CR ഇയുണ്ണിയുടെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ മുനിസിപ്പൽ ചെയർമാൻമാരുടെ പട്ടികയിൽ ഒരു ഛായാചിത്രമായും CR ഇയുണ്ണിയുടെ സ്മരണ കാലം കുടിയിരുത്തിയിട്ടുണ്ട്. നെഹ്റു സമ്മാനിച്ച മാങ്കോസ്റ്റിൻ മരം ചെമ്പുകാവിലെ CR ഇയുണ്ണിയുടെ തറവാട്ടിന് മുന്നിൽ മാതൃകാ പുരുഷനായ യഥാർത്ഥ രാഷ്ട്രീയ നേതാവിന്റെ ഓർമ്മകൾക്ക് തണലായി പുതിയ കാലത്തിന് ദിശാബോധം പകർന്നുകൊണ്ട് ഇന്നും നിലകൊള്ളുന്നുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, TCV. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് TCV സംഘടിപ്പിക്കുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പോരാട്ടം സംവാദം ചൊവ്വാഴ്ച കുന്നംകുളത്ത് നടക്കും. വൈകിട്ട് 4:30 കുന്നംകുളം ടൗൺ ഹാൾ പരിസരത്താണ് പോരാട്ടം സംവാദം നടക്കുക. UDF-നെ പ്രതിനിധീകരിച്ച് CV കുര്യാക്കോസും, LDF-നെ പ്രതിനിധീകരിച്ച് MN സത്യനും, NDA-യെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറും പങ്കെടുക്കും. ഇടവേള. നീ അച്ഛനെ പോലെയാണെന്ന്
എല്ലാരും പറയാറ് എൻ്റെ അതേ പിടിവാശിയാണ് നിനക്കെന്ന്. അച്ഛൻ്റെ ഏറ്റവും വലിയ വാശി എന്താണെന്നറിയോ? നിനക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം എന്ന വാശി. മോളെ, ഇതച്ഛൻ്റെ സെലക്ഷനാ. കാരണം ഒരു മകളാണ് എന്നും അച്ഛൻ്റെ ലോകം. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം വ്യാഴാഴ്ച ചേരുന്നതിനെതിരെ പ്രതിപക്ഷം ജില്ലാ വരണാധികാരിയായ കളക്ടർക്ക് പരാതി നൽകി. ഉദ്യോഗസ്ഥർക്ക് ഗ്രേഡ് കയറ്റം അംഗീകരിക്കുന്നതിനും പെൻഷൻ നൽകുന്നതിനുമുള്ള അജണ്ടകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം അജണ്ട ഉൾപ്പെടുത്തി കൗൺസിൽ യോഗം ചേരുന്നത് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് ലഭിക്കാനാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എടപ്പാളിൽ ക്രൂരമർദ്ദനമേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ് ബാലികയുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റ് ജീവിക്കുന്ന നാടോടി കുടുംബത്തിലെ ബാലികയ്ക്കാണ് കഴിഞ്ഞ ദിവസം ക്രൂരമർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട CPM പ്രാദേശിക നേതാവ് C. രാഘവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാഘവന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറിയെന്ന് ആരോപിച്ചായിരുന്നു ബാലികയെ മർദ്ദിച്ചത്. അക്കിക്കാവ് സെന്ററിലെ ഫോർസ്നാപ്പ് സ്റ്റുഡിയോയിൽ നിന്നും മോഷണം പോയ ക്യാമറകൾ സമീപത്തെ വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അക്കിക്കാവ് വലിയകത്ത് നസീമയുടെ വീടിന് മുൻപിലെ ഗേറ്റിന് സമീപത്താണ് 3 സഞ്ചികളിലായി ക്യാമറകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഷണം പോയ 5 ക്യാമറകളിൽ 4 എണ്ണവും ലെൻസും ഫ്ലാഷ് ലൈറ്റുമാണ് കണ്ടെത്തിയത്. കുന്നംകുളം SI UK ഷാജഹാൻ, അഡീഷണൽ SI രാകേഷ് ഏലിയാൻ, പോലീസുകാരായ MJ വർഗീസ്, ശ്രീരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ ഏതാനും സ്ഥാപനങ്ങളിലും ഇതേ ദിവസം മോഷണശ്രമം നടന്നിരുന്നു. ക്യാൻസറിനോട് പൊരുതി ജയിച്ചവരും പോരാടി നിൽക്കുന്നവരുമായ ഒരു സംഘം ആളുകൾ ചിമ്മിനിയിൽ ഒത്തുകൂടി. ക്യാൻസർ ബാധിതരായവരുടെ വാട്സപ്പ് ഗ്രൂപ്പായ അതിജീവനത്തിൻ്റെ അംഗങ്ങളാണ് തങ്ങളുടെ അതിജീവനത്തിൻ്റെ കഥകൾ പങ്കുവയ്ക്കാൻ ഒത്തുകൂടിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 44 അംഗങ്ങളാണ് ഗ്രൂപ്പിലുള്ളത്. ഇതിൽ ഭൂരിഭാഗം പേരും അവരുടെ കുടുംബാംഗങ്ങളും ചിമ്മിനി കാടുകളുടെ മനോഹാരിത ആസ്വദിക്കാൻ എത്തിയിരുന്നു. ആടിയും പാടിയും ഒത്തുചേർന്നപ്പോഴും അവർക്ക് പറയാനുണ്ടായിരുന്നത് കൊടിയ വിധിയെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന കഠിന യാത്രയെക്കുറിച്ചായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി നന്ദു മഹാദേവനായിരുന്നു അതിജീവനം ഗ്രൂപ്പിന്റെ മുഖ്യ സംഘാടകൻ. ഇടുക്കിയിൽ നിന്ന് സജിയും തൃശൂർ പറപ്പൂക്കരയിൽ നിന്നുള്ള പൊതുപ്രവർത്തകൻ രാമകൃഷ്ണനും ചടങ്ങിന് നേതൃത്വം നൽകി. അന്നനാളം ചുരുങ്ങി ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്ന പുള്ള് സ്വദേശി ലാൽസൻ ഭാര്യയും കുഞ്ഞുമൊത്താണ് എത്തിയത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ പോകുന്ന ലാൽസന് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു കൂട്ടായ്മ. അസുഖമാണെന്നറിഞ്ഞപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വരന്തരപ്പള്ളി സ്വദേശിനി ക്യാൻസർ ബാധിച്ച് കാൽ മുറിച്ചു മാറ്റിയിട്ടും അതിജീവനത്തിന്റെ മാതൃകയും ഗ്രൂപ്പിന്റെ ജീവനാഡിയുമായ നന്ദു, കണ്ണൂരിൽ നിന്നും മകനോടൊപ്പമെത്തിയ രമ്യ, ഈറോഡ് നിന്നെത്തിയ ലിസി, പെരിന്തൽമണ്ണയിൽ നിന്ന് പ്രിയാജി വാര്യർ, മൂന്നാർ നിന്നുള്ള ബിജോയ്, ഇവരെല്ലാം പ്രത്യാശയുടെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും കഥകൾ തന്നെയാണ് പങ്കുവച്ചത്. അസുഖം നഷ്ടപ്പെട്ട ബന്ധങ്ങളെയും സ്വന്തങ്ങളെയും തിരികെ തന്ന ജീവിതകഥയാണ് മുള്ളൂർക്കര സ്വദേശി ശ്രുതിക്ക് പറയാനുള്ളത്. അതിജീവനത്തിന്റെ സന്ദേശം പ്രചരിക്കണം. തങ്ങളെപ്പോലുള്ളവർക്ക് ആത്മവിശ്വാസവും പ്രചോദനവുമേകാനും ക്യാൻസറിനോട് പൊരുതി ജയിക്കാമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുമാണ് ഈ കൂട്ടായ്മയുടെ ശ്രമം. TCV ന്യൂസ്, പുതുക്കാട്. ഗുരുവായൂർ ക്ഷേത്ര തിരുമുറ്റത്ത് ചുട്ടുപൊള്ളുന്ന ചൂടിൽ പ്രാണന് വേണ്ടി മണിക്കൂറുകളോളം പിടഞ്ഞ ദേശാടന കൊക്ക് നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായി. ദേവസ്വം നഗരസഭാ അധികൃതരുടെ കാരുണ്യത്താൽ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ കൊക്കിന് ജീവൻ തിരിച്ചു കിട്ടി. തെക്കേനടയിൽ ആനകളെ കെട്ടുന്ന ശീവേലിപ്പറമ്പിലെ വലിയ തേക്ക് മരത്തിൽ തല കീഴായി കിടന്ന കാലിമുണ്ടി ഇനത്തിൽപ്പെട്ട കൊക്കാണ് വേദനാജനകമായ കാഴ്ചയായത്. ഇര തേടി നടക്കുന്നതിനിടെ കൊക്കിന്റെ കാലിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ചരടാണ് വില്ലനായി മാറിയത്. മരത്തിന് മുകളിലെത്തിയ കൊക്കിന്റെ കാലിലെ ചരട് മരക്കൊമ്പിൽ തടഞ്ഞതോടെ പറക്കാനാകാത്ത അവസ്ഥയായി. ഇതോടെ കാക്കകൾ കൊക്കിന് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് അറിയിച്ചതനുസരിച്ച് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. അപ്പോഴേക്കും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K. സുജിത്ത്, K. രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ CLR ജീവനക്കാർ PK പ്രകാശൻ ലാഡറിൽ കയറി കൊക്കിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷി നിരീക്ഷകനും ദേവസ്വം ജീവനക്കാരനുമായ PP ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ നഗരസഭ വെറ്ററിനറി ഡോക്ടർ KV വിവേക് പ്രാഥമിക ചികിത്സ നൽകി. തങ്ങൾക്ക് അസാധ്യമായത് ഒന്നുമില്ല, അവസരം തന്നാൽ എന്തും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയാണ്
ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ. അരുൺ ടി മുരളീധരൻ, സിഒ സിൻഡോ, KS പ്രിയ, VB മനു, NS ഐശ്വര്യ, KM മൻസൂർ, VR രഞ്ജിത്ത് എന്നിവരാണ് കുന്നംകുളം റോയൽ ആശുപത്രിയിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 15 ദിവസത്തെ പരിശീലനമാണ് ഇവർക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് വിജയകരമായി പൂർത്തിയാക്കുന്നതോടൊപ്പം ഇവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ കുന്നംകുളത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ. 18 വയസ്സ് പൂർത്തിയാക്കിയ ഭിന്നശേഷിക്കാരായവരെ വിവിധ തലങ്ങളിൽ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരമൊരു ആശയം ബാലസഹായ സമിതി പ്രസിഡന്റ് ലബീബ് ഹസൻ മുന്നോട്ട് വെച്ചപ്പോൾ പരിപൂർണ പിന്തുണയുമായി റോയൽ ആശുപത്രി MD ഡോക്ടർ തോമസ് മാത്യുവും അദ്ദേഹത്തിന്റെ പത്നി മോളി മാത്യുവും മാനേജർ K വിജയരാഘവനും രംഗത്ത് എത്തിയതോടെയാണ് ഇങ്ങനെയൊരു തുടക്കം. സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയവരെ സഹായിക്കാനുള്ള അവസരമായാണ് ഇതിനെ കാണുന്നതെന്നും ഭിന്നശേഷിയുള്ളവരെ മുൻനിരയിലേക്ക് കൈപ്പിടിക്കാനുള്ള അവസരത്തിനു വേണ്ടി സംഘാടകർ ആവശ്യമുന്നയിച്ചപ്പോൾ സന്തോഷത്തോടെയാണ് തങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നതെന്നും ആശുപത്രി ഉടമ ഡോക്ടർ തോമസ് മാത്യു പറഞ്ഞു. മറ്റു ജോലിക്കാരെ പോലെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവർ ജോലിയിൽ ഉണ്ടാകുന്നത്. ഇവരുടെ തെറ്റുകൾ തിരുത്താനും ഇവർക്ക് പിന്തുണയുമായി വേനൽ അവധിക്കാലത്തെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് വളണ്ടിയർമാരായ VS അരുൺ, ഷാരോൺ K ലൂയിസ്, VV ആദിത്യൻ എന്നിവരും രംഗത്തുണ്ട്. ലിഫ്റ്റ് ഓപ്പറേറ്റർ, സ്റ്റോർ കീപ്പർ, കോഫി ഷോപ്പ് ഹെൽപ്പർ, അറ്റൻഡേഴ്സ് എന്നീ ജോലികളിലാണ് ഇവർ വ്യാപൃതരായിരിക്കുന്നത്. ജോലി ലഭിച്ചതിൽ വലിയ സന്തോഷത്തിലാണ് കുട്ടികൾ. പരിശീലനം പൂർത്തിയാക്കി ജോലി ചെയ്യാൻ പ്രാപ്തരാണെന്ന് തെളിയിച്ച് മറ്റു സ്ഥാപനങ്ങളിൽ ഇവർക്ക് ജോലി ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ടെന്നും അതിനുള്ള ശ്രമം നടത്തുമെന്നും ലബീബ് ഹസൻ പറഞ്ഞു. ഈ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കുന്ന വർഷം കുന്നംകുളത്തെ വിവിധ സ്ഥാപനങ്ങൾ ഇവർക്ക് സ്വയം ജോലി ചെയ്യാൻ കഴിയുമെന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ 15 ദിവസത്തെ ഒരു ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. TCV കുന്നംകുളം. നെല്ലുവായ് മുല്ലക്കലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാക്കൾക്ക് പരിക്കേറ്റു. വെള്ളറക്കാട് നെല്ലിക്കുന്ന് സ്വദേശികളായ അരുവായിൽ കിഷോർ, നെല്ലിപ്പറമ്പ് വീട്ടിൽ ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. മുല്ലക്കൽ അമ്പലത്തിന് സമീപം കുംഭാരവളവിൽ വെച്ച് ബൈക്കിന്റെ നിയന്ത്രണം വിടുകയായിരുന്നു. ഷാഫിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഷാഫിയെയും കിഷോറിനെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. കാറ്റിൽ മരം വീണ് വീട് തകർന്നതിനെ തുടർന്ന് അന്തിയുറങ്ങാൻ അയൽ വീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് നെടുപുഴ കൊമ്പത്ത് ഉണ്ണികൃഷ്ണന്റെ കുടുംബം. സുമനസുകളുടെ കനിവിലാണ് ഈ കുടുംബത്തിന്റെ ഇനിയുള്ള പ്രതീക്ഷ. പൊരിവേനലിൽ ഇക്കഴിഞ്ഞ ദിവസം നാടിന് കുളിരായെത്തിയ കാറ്റും മഴയും ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിന് ദുരന്തമാണ് സമ്മാനിച്ചത്. ശക്തമായ കാറ്റിൽ നെടുകെ പിളർന്ന മാവ് വീഴുമ്പോൾ വീടിനകത്തുണ്ടായിരുന്ന 9ാം ക്ലാസ്സുകാരി അതുല്യ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വീടിനകത്ത് പ്രവേശിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു മരം വീണതിന് ശേഷമുള്ള സ്ഥിതി. വീടും മഴയത്തൊക്കെ ഇങ്ങനെ വീടാകെ 2 ഭാഗമായിട്ട് പിളർന്ന് കിടക്കുകയാണ്. ഞങ്ങൾക്ക് പോകാനൊരിടമില്ല. ഞങ്ങൾ വില്ലേജിൽ അപേക്ഷ കൊടുത്തു, കോർപ്പറേഷനിലും പോയി അപേക്ഷ കൊടുത്തു. അവരൊക്കെ ഓരോ കാരണങ്ങളും പറഞ്ഞത് വരെ ഒരു നടപടിയും ആയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കിടക്കാനൊരിടം എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിലെ ഒരു മെമ്പറാണ് ഞാൻ. അതിൻ്റെ പേരിൽ അവരായിട്ടാണ് എനിക്കിങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്നത്. അപ്പോൾ ആരെങ്കിലും സന്മനസ്സുള്ളവർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എനിക്കൊരു വീട്, കിടക്കാനൊരു വീടിന് വേണ്ടിയിട്ട് ഒന്ന് സഹായിച്ചു തരിക. 10 വർഷത്തിലേറെയായി കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഭാര്യ വിനീതയും 15കാരനായ മകനും 13കാരിയായ മകളും അടങ്ങുന്ന ഉണ്ണികൃഷ്ണന്റെ കുടുംബം ദയനീയ സ്ഥിതിയിലാണിപ്പോൾ. വീടിന് മേൽ വീണ മരച്ചില്ലകൾ മുറിച്ചു മാറ്റാൻ പോലും ഇനിയും കഴിഞ്ഞിട്ടില്ല. പ്രളയത്തിൽ വീടിന് വിള്ളലുണ്ടായതിനെ തുടർന്ന് സർക്കാർ സഹായത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും നിരാശയായിരുന്നു ഫലം. മരം വീണ് വീട് തകർന്നതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർക്കും കോർപ്പറേഷൻ അധികൃതർക്കും വീട് നിർമ്മിക്കാനുള്ള സഹായത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്.
പ്രളയസമയത്തുണ്ടായ അനുഭവം ആവർത്തിക്കുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും കോർപ്പറേഷന്റെയോ സർക്കാരിന്റെയോ സുമനസ്സുകളുടെയോ കനിവിന് മാത്രമേ ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തെ കരകയറ്റാനാകൂ. TCV തൃശൂർ. കൊച്ചി ചെല്ലാനം നിവാസികൾ തൃശൂർ സെൻട്രൽ സർക്കിളിൽ സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജലസേചന വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തി. ചെല്ലാനത്ത് സർക്കാർ അനുമതി നൽകിയ 8 കോടി രൂപയുടെ ജിയോ ട്യൂബ് കടൽഭിത്തി നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. പശ്ചിമ കൊച്ചി തീരസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഫ്രാൻസിസ് പൂപ്പാടി അധ്യക്ഷനായിരുന്നു. പശ്ചിമ കൊച്ചി തീരസംരക്ഷണ സമിതി കൺവീനർ TA ഡാർഫിൻ സമരപ്രഖ്യാപനം നടത്തി. ഫാദർ ജോൺ കണ്ടത്തിപ്പറമ്പിൽ, ബാബു കാളിപ്പറമ്പിൽ, ആനി ജോസഫ്, M രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി എക്സ്ക്ലൂസീവ് ഇന്നർ ബോട്ടിക് അവസര ഇന്നർ ഷോപ്പ് പേരാമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുന്നംകുളം റോഡിൽ പേരാമംഗലം പള്ളിക്ക് സമീപം ആരംഭിച്ച അവസര ഇന്നർ ഷോപ്പ് കുടുംബാംഗങ്ങൾ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള എക്സ്ക്ലൂസീവ് ഇന്നർ ബോട്ടിക്കായ അവസര ഇന്നർ ഷോപ്പിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ഇന്നർ വെയേഴ്സ്, ഷേപ്പ് വെയേഴ്സ് എന്നിവയുടെ മികച്ച കളക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ കുർത്തീസ്, ലെഗിൻസ്, സ്കാർഫ്, നൈറ്റീസ്, നൈറ്റ് വെയേഴ്സ് എന്നിവയുടെ മനോഹരമായ സെലക്ഷനുകളുമുണ്ട്. ഓരോരുത്തർക്കും ഇണങ്ങുന്നവ തിരഞ്ഞെടുക്കുന്നതിനായി മികച്ച ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനുകളാണ് അവസര ഇന്നർ ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9061737124. സ്ത്രീകളുടെ വസ്ത്ര അഭിരുചികൾക്ക് പുതുഭാവം പകരാൻ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ നെയ്ത്ത് കലാകാരന്മാരുടെ കരവിരുതിൽ സൃഷ്ടിച്ചെടുത്ത സ്പെഷ്യൽ വസ്ത്ര ശ്രേണികളുമായി ബോധി ബോട്ടിക് അയ്യന്തോളിൽ പ്രവർത്തനം ആരംഭിച്ചു. അയ്യന്തോൾ സിവിൽ ലൈൻ റോഡിൽ ചുങ്കം ജംഗ്ഷന് സമീപം സരസ്വതി മെമ്മോറിയൽ ബിൽഡിംഗിൽ ആരംഭിച്ച ബോധി ബൊട്ടിക് ചെന്നൈ CLRI റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റ് KS വിജയനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബോധി ബൊട്ടിക് ഉടമ മിനി വർമ്മ, പാർട്ണർമാരായ TN വിപിൻ, അർജുൻ വർമ്മ, വിദ്യാസ് വാര്യർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നെയ്ത്തുകലാകാരന്മാരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഗുണമേന്മയാർന്ന വ്യത്യസ്ത ഡിസൈനുകളിലുള്ള ഹാൻഡ്ലൂംസ്, റണ്ണിംഗ് മെറ്റീരിയൽസ്, ഹാഫ് സ്റ്റിച്ചിങ്, സെമി സ്റ്റിച്ചിങ് തുണിത്തരങ്ങൾ എന്നിവയെല്ലാം ബോധി ബൊട്ടിക്കിലുണ്ട്. കൂടാതെ കസ്റ്റമൈസ് ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി ആസ്ഥാനമായ പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭമായ ഇന്ത്യബോരിയുടെ ഫ്രാഞ്ചൈസിയും ബോധി ബൊട്ടിക്കിലുണ്ട്. ഹാൻഡിക്രാഫ്റ്റ്സ്, ആക്സസറീസ് എന്നിവയും ബാഗ്സ്, പൗച്ചസ്, ആന്റിക് ജ്വല്ലറി, കോലാപൂരി സാൻഡൽസ് എന്നിവയെല്ലാം ഇന്ത്യബോരി കളക്ഷൻസിലുണ്ട്. ഓരോ മാസത്തിലും 2 കലാകാരന്മാരുടെ വ്യത്യസ്ത സൃഷ്ടികളുടെ പ്രദർശനവും വിൽപ്പനയുമായി ബോധി ആർട്ട് കോർണറും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8884552209. അരനൂറ്റാണ്ടോളം കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി കുന്നംകുളം പട്ടണത്തിൽ മധുരമേളമൊരുക്കിയ കോമള ബേക്കറി ആൻഡ് ഹോട്ടൽസിന്റെ 5ാമത് സംരംഭം കോമള ബേക്കറി സൂപ്പർ മാർക്കറ്റ് ചെമ്പുക്കാവ് സൂ ആൻഡ് മ്യൂസിയം കവാടത്തിന് മുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. ബേക്കറി വിഭവങ്ങളുടെ രുചിയൂറും ശേഖരവുമായി പൂരനഗരിയിൽ കാലൂന്നിയ കോമള ബേക്കറി സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം കോമള ബേക്കറി ആൻഡ് ഹോട്ടൽസ് പാർട്ണർമാരായ കോമള പ്രതാപൻ, ശ്രീജ നിധീഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കോമള ബേക്കറി ആൻഡ് ഹോട്ടൽസ് പാർട്ണർ ശ്രീജ നിധീഷിൽ നിന്ന് MKK മേനോൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കോമള ബേക്കറി ആൻഡ് ഹോട്ടൽസ് പാർട്ട്നേഴ്സ്, കുടുംബാംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സൂപ്പർ മാർക്കറ്റ് രൂപത്തിൽ ബേക്കറി വിഭവങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായാണ് കോമള ബേക്കറി സൂപ്പർ മാർക്കറ്റ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്വാദിഷ്ടമായ വിവിധയിനം കേക്കുകളുടെ കലവറയിൽ വാൻചോ, റോച്ചർ ഡിലൈറ്റ്, നെപ്പോളിയൻ, ഒപ്പാര, മോണ്ടെ കാർലോ, റെയിൻബോ, ഫിഗ് ആൻഡ് ഹണി, സ്റ്റിക്കേഴ്സ്, ഓർണമെന്റൽ ഗാത്തോ തുടങ്ങിയവ സവിശേഷ ഇനങ്ങളാണ്. അമേരിക്കാനോ, മോക്ക, മക്കിയാത്തോ, ലാത്തെ, കപ്പുച്ചിനോ, ലോക്ക ലാത്തെ തുടങ്ങിയ വിശേഷ കാപ്പി ഇനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കസ്റ്റമേഴ്സിന് വന്നു ചേരാനും പാർക്കിങ്ങിനുമുള്ള സൗകര്യങ്ങളും കോമള ബേക്കറി സൂപ്പർ മാർക്കറ്റിനെ ആകർഷകമാക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ മണ്ഡലങ്ങളിലെയും 5 VVPAT മെഷീനുകളിലെ രസീതുകൾ എണ്ണണമെന്ന് സുപ്രീം കോടതി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. സംസ്ഥാനത്ത് 227 സ്ഥാനാർത്ഥികൾ. മുൻ നിലപാടിൽ ഉറച്ച BJP. ശബരിമല പ്രശ്നം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിശദീകരണം നൽകി.
കുറുമാലി എച്ചിപ്പാറ കടവിൽ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം മാസങ്ങൾ കഴിഞ്ഞിട്ടും നീക്കിയില്ല. കടവിലിറങ്ങുന്നവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പരാതി. രോഗഭീതിയിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. സ്വർണ്ണക്കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ 5 അംഗ ഗുണ്ടാസംഘം പോലീസ് പിടിയിൽ. പിടിയിലായത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. ചിയാരത്ത് കോളേജ് വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 4 ദിവസത്തേക്കാണ് തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.